മഹത്തായ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിൻ്റെ യവനിക ഉയരുകയാണ്. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിലടക്കം രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇന്ന് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുകയാണ്. കേരളത്തിൽ അടുത്ത വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്നാണ് പറയുക. ഈ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളുമുണ്ട്. അതിലൊന്നാണ് അതിവിശിഷ്ട വ്യക്തികൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ആളുകൾ ഈ സമയത്ത് പൊതുപരിപാടികൾ സംഘടിപ്പിക്കരുത് എന്നുള്ളത്. അതുകൊണ്ടാണ് പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ ബോസ് ഏപ്രിൽ 18-19 തീയതികളിൽ കൂച്ച് ബീഹാറിൽ ഒരു സന്ദർശനം നടത്താൻ ഉദ്ദേശിച്ചു. അതവിടെ എന്തൊക്കെയോ പരിപാടികൾ ഉദ്ദേശിച്ചു. അതിനെക്കുറിച്ച് തൃണമൂൽ കോൺഗ്രസ്സുകാർ പരാതി കൊടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു കാര്യം ഗവർണറൊക്കെയാണ്, സംസ്ഥാനത്തെ ഏറ്റവും പ്രധാന വ്യക്തിയാണ്, സംസ്ഥാന ഭരണത്തലവനാണ്, എങ്കിൽ പോലും കൂച്ച് ബീഹാറിലേക്ക് ഇദ്ദേഹം പോകേണ്ട ആവശ്യമില്ല. ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ സന്ദർഭത്തിൽ കൂച്ച് ബീഹാറിൽ അത്ര ആവശ്യമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അതേ തുടർന്ന് ആനന്ദ ബോസ് ഷെഡിൽ കയറി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനൊക്കെ അധികാരമുണ്ട്. ഏത് പരിപാടി നടത്തണം, ഏത് പരിപാടി നടത്താൻ പാടില്ല എന്നൊക്കെ നിർദ്ദേശം കൊടുക്കാനുള്ള അധികാരം, ഈ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ഇത് ഈ TN ശേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയതിനു ശേഷം ഇത്ര അധികാരം ഇവരെടുത്ത് പെരുമാറാൻ തുടങ്ങി. അതിനു മുമ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുണ്ടായിരുന്നു. സുകുമാർ സെൻ തൊട്ട് SL ശാക്തർ അടക്കം ഒരുപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഗംഭീരന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ TN ശേഷൻ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം നിഷ്കർഷിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് പല പല ഘട്ടങ്ങളായിട്ട് നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഒരിക്കൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്നവർ ഇത് ഒരുമാതിരിപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ തടസ്സപ്പെടും എന്നുള്ളതാണ്. പഞ്ചായത്ത് ഓഫീസിൽ ഒരു പ്യൂണിനെ സ്ഥലം മാറ്റിയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനം ആയിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ജനാധിപത്യം ഇങ്ങനെ പൂത്തുലഞ്ഞ് പുഷ്പിച്ച് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ പശ്ചിമ ബംഗാൾ ഗവർണർ വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒതുക്കി മൂലക്കാക്കി ഷെഡിൽ കയറ്റി. അപ്പോൾ ഇങ്ങനെ ഇത്ര ശക്തമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള നമ്മുടെ രാജ്യത്താണ് കേരള യൂണിവേഴ്സിറ്റിയിലെ എംപ്ലോയീസ് അസോസിയേഷൻ, ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളൊരു സംഘടനയാണ്. അവർ പ്രതിമാസ പ്രഭാഷണ പരിപാടി നടത്താൻ തീരുമാനിച്ചു. ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികളും കടമകളും എന്ന വിഷയം പ്രസംഗത്തിൻ്റെ വിഷയമായിട്ട്, അതിൻ്റെ പ്രഭാഷണത്തിൻ്റെ മുഖ്യ വിഷയമായിട്ട് അവർ മുന്നോട്ട് വച്ചു. പ്രഭാഷകനായിട്ട് നമ്മുടെ ജോൺ ബ്രിട്ടാസ് MP ക്ഷണിച്ചു. ജോൺ ബ്രിട്ടാസ് പ്രസംഗിക്കാൻ പോകുന്നത് കേട്ടപ്പോഴത്തേക്കും തിരുവനന്തപുരത്തെ ചില BJPക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു. ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണ് ബ്രിട്ടാസിൻ്റെ പ്രസംഗം, ബ്രിട്ടാസിനെ കൊണ്ട് പ്രസംഗിപ്പിക്കരുത് എന്ന്. ഈ വിവരം അപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്ക് കൽപ്പിച്ചു. ബ്രിട്ടാസിനല്ല വിലക്ക് കൽപ്പിച്ചത്, സർവകലാശാലയെ അറിയിച്ചു, വൈസ് ചാൻസലറെ അറിയിച്ചു. ഇങ്ങനെ ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞ ഒരു പാർലമെൻറ്റ് മെമ്പർ കേരള സർവകലാശാലയിൽ വന്ന് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പ്രഭാഷണം നടത്താൻ പോകുന്നു, അതിന് അനുമതി കൊടുക്കരുത്. അപ്പോൾ ഡോക്ടർ മോഹനൻ കുന്നുമ്മലാണ് ആ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ. അതേ ഉടനെ തന്നെ രജിസ്ട്രാറെ വിളിച്ച് പറഞ്ഞു, ആരവിടെ ജോൺ ബ്രിട്ടാസിൻ്റെ പ്രഭാഷണം വിലക്കൂ. രജിസ്ട്രാർ ഉടനെ ഉത്തരവ് പാസാക്കി. ബ്രിട്ടാസ് ഇവിടെ വരാനോ പ്രസംഗിക്കാനോ പാടില്ല. പക്ഷേ ബ്രിട്ടാസ് ആരമോൻ, ഈ ദേശാഭിമാനിയിൽ വെറും ഒരു തൂലിക തൊഴിലാളിയായിരുന്ന ജോൺ ബ്രിട്ടാസ് ഇന്ന് രാജ്യസഭാംഗമായത് എങ്ങനെയാണ് എന്നുള്ള കാര്യം രജിസ്ട്രാർക്കും അറിയില്ല, വൈസ് ചാൻസലർക്കും അറിയില്ല. അതിൻ്റെ പുറകിൽ വലിയ കഥയുണ്ട്, വലിയ രഹസ്യമുണ്ട്. ദേശാഭിമാനിൽ എന്തോരം തൂലിക തൊഴിലാളികളുണ്ടല്ലേ, എഴുത്താളർ എത്രയോ പേരുണ്ട്. ദേശാഭിമാനിക്കാരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ പേന ഉന്തുകാർ എത്രയോ പേരുണ്ട്. പക്ഷേ അവരാരും പാർലമെൻറ്റ് മെമ്പർമാരായില്ല. അത് ബ്രിട്ടാസ് മാത്രമായിരുന്നു. പ്രഭാവർമ്മയ്ക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയെന്നുള്ളത് ശരിയാണ്. ജ്ഞാനപീഠം വരെയുള്ള, ജ്ഞാനപീഠത്തിൽ താഴെയുള്ള സകല സാധനങ്ങളും പുള്ളി സംഘടിപ്പിച്ചു ദേശാഭിമാനിലിരുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് വല്ല രാജ്യസഭാംഗമാകാൻ പറ്റിയില്ല. പണ്ട് K മോഹനൻ എന്ന് പറഞ്ഞൊരു പത്രാധിപൻ ആ രാജ്യസഭയിൽ പോയിട്ടുണ്ടെന്നുള്ള ഒഴിച്ചാൽ ദേശാഭിമാനിൽ വേറൊരു സഖാവിനും ആ നിലയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അത് സഖാവ് ബ്രിട്ടാസിന് മാത്രമേ പറ്റുള്ളൂ. കാരണം കാരണഭൂതൻ്റെ മേൽ ബ്രിട്ടാസിന് അത്രയധികം സ്വാധീനമുണ്ട്. അപ്പോൾ കാരണഭൂതൻ്റെ വലം കൈയായിരിക്കുന്ന ബ്രിട്ടാസിനെ കേരള സർവകലാശാലയിൽ വിലക്കാൻ അവിടുത്തെ രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ വൈസ് ചാൻസലർക്കോ ചാൻസലറായിരിക്കുന്ന സാക്ഷാൽ ഗവർണർക്കോ പോലും സാധിക്കില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ബ്രിട്ടാസ് ഈ വൈസ് ചാൻസലറുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും വിലക്ക് പുല്ലുപോലെ ലംഘിച്ചുകൊണ്ട് കേരള സർവകലാശാലയിൽ വരികയും ഈ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച്
ഈ സർവകലാശാല ജീവനക്കാരെ ഉത്ബുദ്ധരാക്കിച്ചു. അവരെല്ലാവരും ഉത്ബുദ്ധരായി കാണും എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. കടമകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. കടമകൾ എന്ന് പറയുന്നത് എന്താണ്? ഇതുപോലുള്ള ഈ കാശിന് വിലയില്ലാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ പാലിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. പിന്നെ ഇദ്ദേഹത്തിന് വേറൊരു കാര്യം സമാധാനമുണ്ട്. കാരണം പുള്ളി ഇലക്ഷനിൽ നിന്ന് വെയിലുകൊണ്ട് വേർത്ത് വോട്ട് കിട്ടി ജയിച്ച് MP ആയ ആളല്ല. രാജ്യസഭയിൽ കൂടി വളരെ സുഖശീതളമായ രീതിയിൽ എത്തിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് കടമകളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചൊക്കെ ആളുകളെ ബോധ്യപ്പെടുത്താനും ബോധവൽക്കരിക്കാനും പറ്റിയ ആൾ ബ്രിട്ടാസ് തന്നെയാണ്. ബ്രിട്ടാസിൻ്റെ ആ പ്രഭാഷണം അടുത്ത ആഴ്ച കൈരളി ചാനലിൽ സീരിയലൈസ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2-3 ദിവസം കൊണ്ടാണെങ്കിലും അത് നമ്മളെല്ലാവരെയും കാണിക്കും. അതുകൂടി നമ്മളെല്ലാവരും പുളകിതരാകും. അതുകൂടി ഈ ബ്രിട്ടാസ് ഇപ്പോൾ വലിയൊരു ഹീറോ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഒരു വീരശിംഗമായി അദ്ദേഹം കരുതപ്പെടുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവ് കണ്ട് പശ്ചിമ ബംഗാൾ ഗവർണർ ആനന്ദ ബോസ് അത് പാലിച്ചു. അദ്ദേഹം കൂച്ച് ബീഹാറിൽ പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. നേരെ മറിച്ച് ഈ ബോഷ്കൻ ഉത്തരവ് വലിച്ച് ചവറ്റുകൂട്ടയിൽ എറിഞ്ഞ് സഖാവ് ജോൺ ബ്രിട്ടാസ് വീരശൂര പരാക്രമിയായിട്ട് കേരള സർവകലാശാലയിൽ ചെല്ലുകയും അവിടെ ജീവനക്കാരെ ഉത്ബുദ്ധരായിക്കൊണ്ട് പ്രഭാഷണം നടത്തിച്ചു. അപ്പോൾ ആരാണ് ഹീറോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതാണ് ബ്രിട്ടാസ്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വീരകൃത്യങ്ങൾ ചെയ്തിട്ടാണ് ഇദ്ദേഹം പിണറായി വിജയൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാജ്യസഭയിലേക്ക് അയച്ചത്. അല്ലാതെ ദേശാമാലിൽ കൂട്ടക്ഷരം എഴുതാൻ അറിയാവുന്ന ആൾക്കാർ വേറെ ഇല്ലാത്തതുകൊണ്ടല്ല. ഒരുപാട് പ്രതിഭകൾ ദേശാമാലിലുണ്ട്, കൈരളി ചാനലിലുണ്ട്, മറ്റ് പല സ്ഥലത്തുണ്ട്. പക്ഷേ ബ്രിട്ടാസിനെ പോലെ ബ്രിട്ടാസ് മാത്രമേ. അതുകൊണ്ടാണ് അദ്ദേഹം രാജ്യസഭാംഗമായത്. ബാക്കിയുള്ളവരൊക്കെ വെറും എഴുത്താളരായിട്ട്, വെറും തൂലിയ തൊഴിലാളികളായിട്ട്, അല്ലെങ്കിൽ വെറും പേനയുന്തുകാരായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.